Ladies and gentlemen, this is Adarsh and welcome to my comedy. സോ നമ്മൾ ഇന്ന് രണ്ട് കോമഡി പടത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. അതിൽ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ അറിയാത്തവൻ വരെ പൊട്ടിച്ചിരിച്ചു. അത്രയും കിടുവാണ്. സോ നിങ്ങൾക്ക് ഈ സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുക. പൊട്ടിച്ചിരിക്കാൻ അല്ലെങ്കിൽ അട്ടഹസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പടമുണ്ട്. സോ ഇത് സംഭവം കോമഡി പടമല്ല, അതൊരു ആക്ഷൻ ത്രില്ലറാണ്. എന്നാൽ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ അറിയാത്തവൻ വരെ പൊട്ടിച്ചിരിച്ചു. അതിന്റെ റീസൺ ഇതിന്റെ മെയിൻ ആക്ടറാണ്. ആളൊരു സൂപ്പർ സ്റ്റാർ ആണ്. ആളുടെ ഈ പടം തന്നെ കാണണമെന്നില്ല, ഏത് പടം വേണി കണ്ടോ ചിരിച്ചു മരിക്കാൻ. പവർ സ്റ്റാർ പവൻ അണ്ണൻ, പവൻ കല്യാൺ ഗാരുവിന്റെ ഉസ്താദ് ഭഗത് സിംഗ് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇനി പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സുകാരുടെ തലയൊക്കെ മൂട്ടിലാണ്. ഇങ്ങനെ പടമൊക്കെ മനുഷ്യന്മാരെടുക്കുമോ? തെറിയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണ് പറഞ്ഞിട്ടായിരുന്നു റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡയറക്ടർ പറഞ്ഞു തെറി ഏതോ പടത്തിന്റെ റീമേക്ക്, നമ്മൾ എടുക്കും ഒറിജിനൽ സാധനം. തെറിയിട്ട പകുതി മുക്കാ സീനും അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. യു ഹാവ് നമ്മുടെ പവൻ ഗാരു, അതന്നെ ഒരു 10 സ്റ്റാർ കാസ്റ്റിന് തുല്യമാണ്. റാഷി ഖന്ന ആൻഡ് ശ്രീലീല. റാഷി ഖന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് ഒന്ന് ഈ ഡയറക്ടറിന്റെ വിഷൻ, 2 ഈ സിനിമയുടെ സ്റ്റോറി. കഥയില്ലാത്ത പടത്തിൽ എവിടുന്ന് പെണ്ണും പിള്ളേ സ്റ്റോറി അതാദ്യം പറയും. അയ്യേ, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് പുലിമുരുകൻ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പുലിയാണ് വെച്ചാൽ ഇതിൽ ആനയെ വെച്ചിട്ടാണ്. ആ സീൻസ് ഒക്കെ പിന്നെയും കണ്ടിരിക്കുക. കാരണം എന്താ, ഗാരു വന്നിട്ടില്ല. ഗാരു വന്നു കഴിഞ്ഞാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അണ്ണന്റെ നിഴല് കാണിച്ച അപ്പ തുടങ്ങും ചിരി. അതാണ് അവസ്ഥ. അയ്യോ, ഇങ്ങേരുടെ പേക്കൂത്ത്. നമ്മൾ പറയില്ല ഓരോ ക്യാരക്ടറായിട്ട് ജീവിക്കായിരുന്നു പറയില്ല, ഇങ്ങനെ കോമാളിയായിട്ട് ജീവിക്കുകയായിരുന്നു. ആൻഡ് ഇതൊക്കെ കണ്ടിട്ട്, ഈ കോമാളിത്തരം കണ്ടിട്ടും ഡയറക്ടറും പ്രൊഡ്യൂസറും എന്ത് കണ്ടിട്ടാണ് ഈ പടം ഇറക്കി വിട്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ മനസ്സിലാക്കുക ഡയറക്ടറിന്റെ നിലവാരം. സോ ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ അണ്ണൻ മാസ് കാണിക്കണമല്ലോ, 1000 പേര് ഇടിച്ചിടും. പക്ഷെ അണ്ണന്റെ മേല് മാത്രം ഒരു തുള്ളി പോറല് പറ്റില്ല. അതാണ് അണ്ണന്റെ പ്രത്യേകത. എടേ, ഇങ്ങേര് മുഖം കൊണ്ട് കുറെ കോപ്രായത്തരം കാണിക്കും. ചിരിച്ച് മനുഷ്യൻ ചാവുന്ന് വേണമെങ്കിൽ പറയാം. അജാതി കോപ്രായമാണ്. അത് ഈ റൊമാൻസിലാണെങ്കിൽ അതിലുണ്ട് കോപ്രായം, ഫൈറ്റ് സീൻസിലുണ്ട് കോപ്രായം, പാട്ടിലുണ്ട് കോപ്രായം, ഡാൻസിലുണ്ട് കോപ്രായം, ആരെങ്കിലും ചത്ത് കിടക്കുകയാണെങ്കിൽ അതിലും ഉണ്ട് കോപ്രായം. ഞാൻ പറഞ്ഞ തെറിയുടെ ഓൾമോസ്റ്റ് എല്ലാ സീനും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. തെറിയില് വിജയുടെ ഭാര്യയായിട്ട് ആരാണ്? സമന്ത. ഇതില് ശ്രീലീല. ഭാര്യ ആയിട്ടില്ല, ആ കൊച്ചി രക്ഷപ്പെട്ടു. ഭാര്യ അവൻ താലി കെട്ടുന്നതിന് മുമ്പ് കൊച്ചിന്റെ നെറ്റിയില് വെടിയുണ്ട കയറി. ദൈവമുണ്ട്. സൈക്കിൾ അഗർബത്തി പറയുന്ന പോലെ ദൈവമുണ്ട്. അയ്യോ, ഈ പവൻ കല്യാൺ ആ കൊച്ചി മരിച്ചു കിടക്കുമ്പോ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഈ പിള്ളേർക്ക് ലോലിപോപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ലോലിപോപ്പ് മേടിച്ചു കൊടുക്കാത്തപ്പോ അവര് ദേഷ്യം വന്ന് പണങ്ങിയിരിക്കില്ലേ, ആ സാധനം. അല്ല, ആ സമയത്ത് ഒരു അപ്പൂപ്പൻ പറയുന്നുണ്ട്, എന്ത് കിടു ജോഡിയാണ് ഇവരെന്ന്. അണ്ണാ പോയിട്ട് വല്ല ഐ സ്പെഷ്യലിസ്റ്റിനെ കാണ്, മുത്തച്ഛനും പേരക്കുട്ടിയും പോലെ ഉണ്ട്, കിടു ജോഡി ഇത്ര. അതൊക്കെ പവൻ കല്യാൺ ഗാരു മലങ്കൾട്ടാണ് വെച്ചാൽ. ശ്രീലീല വന്നപ്പോ മലങ്കൾട്ട് പ്രോ മാക്സ്. സോ തെറിയില് ഒരു ഹോസ്പിറ്റൽ സീനില് ഒരു റേപ്പ് വിക്ടിം വന്നിട്ട് വിജയുടെ അടുത്ത് കാര്യം പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആക്കുന്ന സീനാണ്. ആരുടെ പറഞ്ഞു വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്? ഈ ജാതി പരട്ട പടം കാണിച്ചു കൊടുക്കാവുന്ന, എന്നിട്ട് ചോദിക്കും വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്. കാണിച്ച് വെച്ചിരിക്കുന്ന കാണണം. ഗാരുവും അതേപോലെ തന്നെ ഗാരുവിന്റെ പണ്ടാട്ടിയും കൂടിയിട്ട്. ഗാരു കരയുന്ന കണ്ട നമുക്ക് ചിരിയാ വരിക. അതിന്റെ പിന്നാലെ വേറൊരുത്തി നിന്ന് കരയുന്നു. ശ്രീലീല ചിരിച്ച് ചത്തു മനുഷ്യൻ. ഡെഫിനറ്റ്ലി ശ്രീലീലയ്ക്ക് നല്ല ഭാവിയുണ്ട്. ഇനിയിപ്പോ മറ്റേ അരുന്ധതി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ പ്രേതം ഉണ്ടാവില്ല. കാരണം കൊച്ചിന്റെ കൂട്ട്നെസ് കണ്ടിട്ട് പ്രേതം തലതല്ലി ചത്തുണ്ടാവും. ശ്രീലീല ഈയിടയ്ക്ക് പറയണ്ടായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ സിനിമ അഭിനയം നിർത്തണം എന്ന് വരെ വിചാരിച്ചു. ഈ കൊച്ചു അഭിനയിച്ച് ഏതെങ്കിലും ഒരു പടത്തിൽ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട? എല്ലാത്തിലും സർക്കസ് ആണ്. സോ എന്തെങ്കിലും ശ്രീലീല ആളുടെ ഓട്ടോബയോഗ്രാഫി എഴുതുന്നത് വെച്ചാൽ അതിന് കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ ഇതാണ്, ശ്രീലീല ആൻഡ് സ്റ്റുപ്പിഡ് സർക്കസ് ദ അൺടോൾഡ് ലവ് സ്റ്റോറി. അതന്നെയാണ്. എല്ലാത്തിലും ഓരോ മുതുമുത്തച്ഛന്മാരുടെ നായികയായിട്ട് ഉണ്ടാവും, 2-3 ഡാൻസ് കളിക്കും, ഒരു ലോഡ് ക്യൂട്ട്നെസ് വാരിയെറിയും. നമ്മള് രശ്മിക മന്ദാന നാഷണൽ ക്രഷ് ആണ്, ക്യൂട്ട്നെസ് വാരിയറിയിലാണ് പറഞ്ഞാലും ആള് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആളുടെ എബിലിറ്റി ആസ് എൻ ആക്ടർ. ഈ കൊച്ചൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഈ കൊച്ച് സ്റ്റുപ്പിഡ് സർക്കസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എവിടെ ശ്രീലീല ഒരു സിനിമയിലെ മെയിൻ ലീഡാണ്
കണ്ടോ, ഉറപ്പിച്ചോ, പീക്ക് അവരാധമായിരിക്കും. അയ്യോ, ഇതിൽ ഇങ്ങനെ റൊമാൻസ് ഉണ്ട്. ആ ഊച്ചാളി റൊമാൻസ് കാണുമ്പോൾ മയങ്ങാൻ രണ്ട് ബുദ്ധിയില്ലാത്ത നായികമാര്. റാഷി ഖന്ന, നിന്റെ കണ്ണ് സ്വിമ്മിംഗ് പൂളാണ്, മൂക്ക് മൗണ്ട് എവറസ്റ്റ് ആണ്, ചുണ്ട് വേറെ എന്തോന്ന് പറഞ്ഞ കൊച്ചു മയങ്ങി. അതേപോലെ തന്നെ ശ്രീലീലയുടെ അടുത്ത് പോയിട്ട് നീ പൊട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടി നെറ്റിയിൽ പൊട്ട് വെച്ച് കൊടുക്കണു, കൊച്ചു മയങ്ങി. എന്റെ പൊന്നു കൊച്ചെ, ഹോസ്റ്റലിൽ എന്തോ പഠിക്കുന്ന കൊച്ചല്ലേ നീ, എന്നിട്ടാണ് ഈ മുതുക്കനെ പോയി കെട്ടിയത്. അയ്യേ, സീൻ ബൈ സീൻ അപരാധം. ആൻഡ് തെറിയിൽ പിന്നെയും വിജയ്ക്ക് അടി കിട്ടുന്നുണ്ട്. വിജയ് അടി കിട്ടി വീഴുന്ന, സമന്തം മരിക്കുന്ന സമയത്തൊക്കെ. ഇതിൽ അതൊന്നുമില്ല, അണ്ണന്റെ മേലെ തൊട്ടാൻ പാടില്ല. നിർഗുണൻ കബാബ്, അതാണ് ഇതിലത്തെ വില്ലൻ പാർത്ഥിബൻ. CM സ്വന്തം പേരിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ എനിക്ക് CM ആവണം. CMന്റെ ഫുൾ ഫോം എന്താ, ചാളമേരി അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. കൈയുടെ ഇങ്ങനെ കാണിക്കും ഒരു ജോത്സ്യം വന്ന് നോക്കുമ്പോ. ഈ ഒരു ഏതോ ഒരു രേഖയുണ്ട്, ആ രേഖ കാരണം നിങ്ങൾ മുഖ്യമന്ത്രി ആവില്ല പറയുമ്പോ ആ രേഖ മുറിച്ചു കളയുന്നു. നായകന് പറ്റിയ വില്ലൻ. അണ്ണാ, നിങ്ങൾ ഇത്രയും അധപ്പതിച്ചു പോയാ. എന്നിട്ട് അതിന് പേര് കൊണ്ട് ഇട്ടിരിക്കണം ഉസ്താദ് ഭഗത് സിംഗ്. ഈ ജാതി അപരാധത്തിന് ഇടാൻ പറ്റിയ പേരാണ് ഭഗത് സിംഗിന്റെ. ഇങ്ങനെ ഹര മല്ലു പറഞ്ഞിട്ടൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു, 10 പൈസ കൊള്ളാത്ത തീട്ടപ്പടം. അത് കഴിഞ്ഞിട്ട് OGയിലെ സീൻ ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലറോ ഏതൊരു ക്ലിപ്പ് കണ്ടതിനെ മനസ്സിലാവും. ഒരു കോമാളിയായിട്ട് പ്രാന്തനെ പോലെ കാണിക്കുന്നുണ്ട്. അത് OGയിലെ സീൻ റീക്രിയേറ്റ് ചെയ്താണ്. അയ്യേ, ഒരു പടമാണിത്. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഈ പടം കാണാൻ നോക്കിയപ്പോ പുറത്ത്, അതായത് അതിന് കവർ പേജിൽ എഴുതി കാണിച്ച് 2 മണിക്കൂറിന്, പടം കാണാൻ തുടങ്ങിയപ്പോ 2.5 മണിക്കൂർ. എന്തായാലും അല്ലേ, കളിക്കുകയാണ് നിങ്ങള്. സോ അപരാധ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്, വേണ്ടവർ കണ്ടു നോക്കുക. ഞാൻ ഇങ്ങനെ ഒറിജിനൽ സൗണ്ടിലെ കവലപ്രസംഗം കേൾക്കണം വേണ്ടി ഒറിജിനൽ ലാംഗ്വേജ് ആണ് കണ്ട്. സോ ചുമ്മാ കണ്ട് സമയം കളയണം. യൂഷ്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിനിമ പറയുന്നത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ, ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ്. ഇജാതി പരട്ട പടമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, വേണ്ടവർ കണ്ടു നോക്കുക. സോ അടുത്തതും ഒരു കോമഡി സിനിമയാണ്, ഒരു ഹിന്ദി സിനിമയാണ്. രാജ്കുമാർ റാവുവിന്റെ സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്ന ഒരു സിനിമ ഇപ്പൊ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ടോസ്റ്റർ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അയ്യേ, ഹിന്ദി പടമൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? പേടിക്കേണ്ട, തമിഴ് വേർഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ ടൈറ്റിൽ കാർഡ് തന്നെ ഭയങ്കര വെറൈറ്റിയാണ്. യൂഷ്വലി നമ്മൾ പറയാം രാജ്കുമാർ റാവു ഇൻ ടോസ്റ്റർ എന്നല്ല, ഇത് ഇൻ ആൻഡ് വിത്ത് ടോസ്റ്റർ. സാനിയ മൽഹോത്ര രാജ്കുമാർ റാവുവിന് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അണ്ണൻ പിശുക്കൻ പറഞ്ഞ പിശുക്കൻ. 1 രൂപ ലാഭിക്കാൻ ഒരാളെ തട്ടണം പറഞ്ഞ അണ്ണ അതും ചെയ്യും. അജാതി പിശുക്കനാണ്. ആളുടെ ലൈഫിലോട്ട് ഒരു ടോസ്റ്റർ വരിക. ടോസ്റ്റർ പറഞ്ഞാൽ ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യുന്ന സാധനം, അത് പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് ടോസ്റ്റർ. ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് മറ്റേ ക്യോക്കി ഡാർക്ക് കോമഡി ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. ഈ മറ്റേ ആളുടെ ഒരു പടം ഉണ്ടായിരുന്നു, മോണിക്ക ഓ മൈ ഡാർലിംഗ്, അങ്ങനെ ഏതോ ഒരു സിനിമ കുറച്ച് ഇയേഴ്സ് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിമിലർ ജോണറാണ്, പക്ഷെ അത് ഇതെങ്ങനെയുണ്ട് പറയാം. സോ ഇത് രാജ്കുമാർ റാവുവിന്റെ ഏറ്റവും കുറവ് റേറ്റഡ് ഫിലിമാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആളുടെ ഒരു പടം ഇത്രയും നെഗറ്റീവ് റിവ്യൂസും അതേപോലെ തന്നെ ലെസ് റേറ്റിംഗ്സും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഈ സിനിമ കണ്ട്. ബട്ട് എനിക്ക് അത്യാവശ്യം കോമഡി ഒക്കെ തോന്നി, അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. വൺ കിടു എന്നൊന്നും പറയില്ല, ഒരു 1 ടൈം വാച്ചബിൾ പടം. ഇത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് വളരെ നന്നായി. തിയേറ്റർ റിലീസിന് വെച്ചാൽ കൺഫേം ആയി പൊട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടമായി എന്ന് മെയിൻ ആയിട്ട് പറയാൻ കാരണം രാജ്കുമാർ റാവുവിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. അങ്ങേരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇപ്പൊ കുറച്ചായിട്ട് അണ്ണന്റെ 1-2 പടമൊന്നും വലിയ സുഖമില്ല. ഇപ്പൊ വാമികയുടെ ഒപ്പം ഒരു പടം ഉണ്ടായിരുന്നു, ടൈം ലൂപ്പ് പരിപാടി ഒന്നായിട്ട്, അതൊന്നും വലിയ സുഖമില്ല. ഇതും അത്ര കിടൂന്നൊന്നും പറയാൻ പറ്റില്ല. അഗെയിൻ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു പടം. യൂഷ്വലി രാജ്കുമാർ റാവുവിന്റെ പടങ്ങൾ പറയുമ്പോൾ ക്വാളിറ്റി സാധനമായിരിക്കും, കണ്ടന്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോ അണ്ണൻ എന്ത് പറ്റിയെന്ന് മനസ്സിലാവണില്ല. ഈ രാജ്കുമാർ റാവു, സാനിയ മൽഹോത്ര അവരുടെ ഒരു കോംബോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ലോണം ചിരിക്കാണ്ട്. 2 മണിക്കൂർ എന്തോ ഉള്ളൂ സിനിമ, വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല. എന്നാ സെക്കൻഡ് ഹാഫ് കൊണ്ട് തൊലച്ചു. കാണിച്ച സാധനം തന്നെ വീണ്ടും 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 കാണിച്ചിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. നമ്മളെ മോണിക്ക ഓ മൈ ഡാർലിംഗ് ആ സിനിമ അത് പീക്ക് സാധനം. അതായത് അതിന്റെ റൈറ്റിംഗ് സ്ട്രോങ് ആണ്, സ്ക്രീൻ പ്ലേ സ്ട്രോങ് ആണ്. ഇതില് അത് രണ്ടും ഭയങ്കര വീക്കാണ്. റൈറ്റിംഗ് ഒക്കെ ശോകം പറഞ്ഞ അത്ര ശോകം. സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞു വെച്ചാൽ പലപ്പോഴും നമുക്ക് തോന്നും നെറ്റ്ഫ്ലിക്സ് എന്ത് കണ്ടിട്ടാണ് ഈ സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്തത്. ആൻഡ് ഇതിലൊരു പരട്ട കളവി ഉണ്ട്. കളവി വാസ് നൈസ്. കളവി നൈസ് തന്നെയായിരുന്നു, നൈസ് പെർഫോമൻസ് തന്നെയായിരുന്നു. തല്ലിക്കൊല്ലാൻ തോന്നും നമുക്ക്.
സോ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് പടം കുറച്ച് ഉഴപ്പിയെങ്കിലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നൈസ് ആയിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ഈ ഡാർക്ക് കോമഡി ജോണർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടാവും എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. സോ ചുമ്മാ കണ്ടു വെക്കുക, ഫസ്റ്റ് ഹാഫ് വർക്കായ ഫുള്ളായി കണ്ടു വെക്കുക, അതും വർക്കായില്ലാത്ത നിർത്തി പോവുക, അത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് രാജ്കുമാർ റാവുവിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. വേറെ എടുത്തു പറയാനൊന്നുമില്ല. ഇതിന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആളുടെ വൈഫ് തന്നെയാണ്. ഒരു സീനിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, യു ലുക്ക് ലൈക്ക് മൈ ഹസ്ബൻഡ് രാജ് എന്ന്. ചുമ്മാ ഇപ്പൊ അങ്ങനെയാണല്ലോ ഡയറക്ടർമാര് അതേപോലെ പ്രൊഡ്യൂസർമാർ എല്ലാവരും ക്യാമിയോ ചെയ്യണം എന്നാണല്ലോ. ഇനിയിപ്പോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വെച്ചാലും ഡയറക്ട് ചെയ്യണം വെച്ചാലും പുതിയ ക്രൈറ്റീരിയ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ടോസ്റ്റർ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ, ചുമ്മാ സമയം കളയാൻ കാണുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. സോ വേണ്ടവർ കണ്ടുവെക്കാം, ട്രൈ ഇറ്റ് ഔട്ട്. തമിഴ് അവൈലബിൾ ആണ്.